എന്താ പരിപാടി? ഒന്നുമില്ല, ഒരു തമ്മിൽ ഉണ്ടാക്കണം. ഒരു സംശയം ചോദിച്ചട്ടെ, കളിയാക്കരുത്. സംശയം അറിയേണ്ടതാണെങ്കിൽ കളിയാക്കൊന്നുമില്ല. എന്തിനാ കളിയാക്കണം? അറിയാത്തത് അറിയില്ലെന്ന് തന്നെ പറയണല്ലേ. സംഭവത്തിന് ചോദിച്ചാണ്. ടേപ്പോ? ഇതെന്താ സംശയം? അല്ല, ഇതിലിപ്പോൾ എന്താണ് സംശയം? പറയാം, വെറും ടേപ്പ് കൊടുക്കുന്നൊരു സംശയം ഉണ്ട് പറഞ്ഞാൽ എന്താ സംശയം പറയാം. അതിൽ വീട് പണിയുടെ സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം? ഈ ടേപ്പിൽ സ്ക്വയർ ഫീറ്റും സ്ക്വയർ മീറ്ററും എങ്ങനെ മനസ്സിലാക്കാമെന്നല്ല എനിക്കറിയാത്തത്. അത് ഈ ടേപ്പിൽ ദുനിയാവ് ഇല്ല കാലം ഖിയാമത്ത് വരെ നോക്കിയാൽ നമുക്ക് ഇതിൽ കിട്ടൂല. അത് പ്രത്യേക സംഭവം. ഇത് ഈ സംശയത്തിന് ഞാൻ എന്നെ കളിയാക്കൂല. ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത കേസാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 70% ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് ടേപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും അറിയാം. വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ എന്നെ പോലത്തെ കുടുംബിനികൾക്ക് ഒരു പക്ഷേ അറിഞ്ഞോളുന്നില്ല. ഇത് ന്യായപരമായ സംശയമാണ്. ഇതിൽ കളിയാക്കേണ്ട ഒരു വിഷയമില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ സ്ക്വയർ ഫീറ്റ് എന്താണെന്നും സ്ക്വയർ മീറ്റർ എന്താണെന്നും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും ഇങ്ങനെ തപ്പി കിടക്കേക്കാറല്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലും. വീട് വാ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ടാപ്പിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന ടാപ്പ് കേട്ടോ, നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ചളിയും അതുപോലെ തന്നെ ക്ലിയർ ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇല്ല, ഇതിലൊരു സൈഡിൽ 1 2 3 4 5 6 7 8 9 10 എന്നൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ഈ സൈഡും എഴുതിയിട്ടുണ്ടാവും 1 2 3 4 5 6 7 8 9 10 11 അല്ലേ. ഇവിടെ 11 ഉണ്ടോ? ഇത് കഴിഞ്ഞാൽ ഇവിടെ 12 ഇല്ല. ഇവിടെ പിന്നെ എന്താ ഉള്ളത്? 1 അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡ് ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയ അക്കം എന്ന് പറഞ്ഞത് ഇത് ഇഞ്ചിനെ സൂചിപ്പിക്കണം. ഇഞ്ച് അളവാണ് ഇവിടെ വരിക. ഇത് സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുണ്ടോ? ഈ ഇഞ്ച് അഥവാ 12 ഇഞ്ചാണ് ഒരു അടി. അത് കോഴിക്കോട് ഭാഗത്ത് അതിന് ഫൂട്ട് എന്ന് പറയും, അഥവാ നമ്മളെ ഈ ഏരിയയിലൊക്കെ ഫീറ്റ് എന്നും പറയും. അഥവാ കോഴിക്കോട് ഒരു സാധാരണ എൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് വരെ ഫൂട്ട് എന്നും അത് കഴിഞ്ഞാൽ ഫീറ്റ് എന്നും പറയാനും പലതരത്തിൽ പറയണ്ട. എന്തായാലും ഒരു അടി എന്നാണ് ഇതിന് പറയാം. അഥവാ 12 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഈ 11 കഴിഞ്ഞിട്ട് ഇവിടെ 12 ഇല്ലാത്തത്. 12 ഇഞ്ചാണ് എന്ത് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ സംശയം ഇതിലെവിടെ സ്ക്വയർ ഫീറ്റ് എന്നാണ്. ഇതിലൊരിക്കലും സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഈ ഒരു ടേപ്പുമായി ബന്ധപ്പെട്ട് പണിക്ക് പോകുന്ന ആളുകൾക്കും ഇതിന് അറിഞ്ഞോളുന്നില്ല കറക്റ്റ്. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ വെൽഡിംഗ് വർക്കിന് പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ MM കണക്കാ പറയാം. അഥവാ സെൻറ്റിമീറ്ററിൻ്റെയും ചെറിയ അളവാണ് എന്ത് MM. ഒരു MM, ഒരു മില്ലിമീറ്റർ എന്നതിന് പറയാം, ഒരു MM. അങ്ങനെ 100 mm എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളിങ്ങനെ എത്ര അളവ് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് 100 mm പറയും. അഥവാ 10 സെൻറ്റിമീറ്ററിനാണ് 100 mm പറയുക. കറക്റ്റ് നമുക്ക് അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. ഇതിൽ സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും ഒരിക്കലും ഈ ടാപ്പിൽ ഉണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കറിയില്ലേ? ഒരു ചതുരം എന്നാണ് സ്ക്വയറിൻ്റെ അർത്ഥം. അഥവാ ഇതിപ്പോൾ ഒരു നീളത്തിൽ ഇങ്ങനെ, ഇതൊരു നീളമല്ലേ, ഇതൊരു ഒരു ഒറ്റ നീളമാണ്, ഇതൊരു ഫീറ്റ് എന്ന് പറയും നമ്മൾ. ഇനി അതേപോലെ ഞാൻ കറക്റ്റായിട്ട് നിലത്ത് വരച്ച് കാണിച്ചാൽ പ്രശ്നമില്ലല്ലോ. ഞാൻ നിലത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് റഫായിട്ട് നിലത്താണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ അണക്ക് ഇവിടെ മുറ്റത്ത് വന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്തു. കാരണം ഇതെന്താണ്, ഇവിടെ ടാപ്പിൻ്റെ തല ഇവിടെ അല്ലേ. ഇതാണ് ഒരു ഫീറ്റ് കേട്ടോ, ഏറെക്കുറെ ഇട്ട് കൊടുക്കണുള്ളൂ. ഇതാണെന്ത്, അഥവാ ഇവിടുന്ന് മുതൽ ഇതുവരെ 12 ഇഞ്ചാണ്. അതെന്താണ്? ഒരു ഫീറ്റ്. ഇത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയില്ല, ഇത് ഒരു ഫീറ്റാണ്. അതേപോലെ ഇനി ഇവിടുന്ന് ഒരു 12 ഇവിടെയും വെക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഈ മാർക്ക് കണ്ടോ, ഇവിടുന്ന് ഇതും എന്താണ്, ഇതൊരു ഫീറ്റാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഫീറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഫീറ്റ്. ഇനി അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, പ്രശ്നമില്ലല്ലോ. ഇതാ ഇവിടെ ഒരു ഫീറ്റ് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതും എന്താണ്, ഒരു ഫീറ്റാണ്. ഇതും ഒരു ഫീറ്റാണ്, ഇതും ഒരു ഫീറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇനി ടാപ്പ് എന്താക്കേണ്ട ആവശ്യമില്ല, വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 3 ഒരേ അളവാണ്. ഇവിടുന്ന് നേരെ ഈ സാധനം മുട്ടിക്കുക. ഇതിപ്പോൾ എന്തായി? ഇതാണ് സ്ക്വയർ ഫീറ്റ്, അഥവാ ഒരു ചതുരശ്ര അടി എന്നാണ് ഈ സാധനത്തിന് പറയാം. മനസ്സിലായോ? ഇങ്ങനത്തെ 1000 അല്ലെങ്കിൽ 800 900 ഇങ്ങനത്തെ ഇതൊരു ചതുരശ്ര അടിയാണ്. ഇങ്ങനത്തെ 800 900 1000 ഒക്കെ വരുമ്പോഴാണ് 1000 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 800 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? ഇതേപോലെ ആണ് എന്ത് സ്ക്വയർ മീറ്റർ കൊടുക്കുക. അഥവാ ഒരു മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ആ ഒരു മീറ്റർ എന്ത് ചെയ്യുക, കറക്റ്റ് സ്ക്വയർ ആക്കുക. അതിനെന്ത് പറയും? സ്ക്വയർ മീറ്റർ എന്നും പറയും. പേരെക്കുറെ മനസ്സിലായോ? അപ്പോൾ എൻ്റെ സംശയം കൊണ്ട് ഇപ്പം ഇങ്ങനെ ഇതുകൂടി ചെയ്യാൻ പറ്റി നമുക്ക്. കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് സത്യം പറയാം, എനിക്ക് ഇത് കറക്റ്റ് അറിഞ്ഞിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത് അല്ലേ.
ഇതേപോലെയാണ് സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും ഒക്കെ ഉണ്ടാക്കുക. ഏതൊരു അളവിനെയും 4 മൂല അഥവാ ഒരു സമചതുരമാക്കുമ്പോഴാണ് അതെന്താവുക, അതൊരു സ്ക്വയറായി മാറുക. മനസ്സിലായോ? അത് മീറ്ററിലാണെങ്കിലും ശരി, ഇനി ഒരു സ്ക്വയർ ഇഞ്ച് വേണി എടുക്കുക, സ്ക്വയർ സെന്റിമീറ്റർ എടുക്കുക, എങ്ങനെ എടുക്കുക, ഏത് ചെറിയ അളവിന് സ്ക്വയർ ആക്കാം, ഏത് വലിയ അളവിന് എന്താക്കാം, സ്ക്വയർ ആക്കാം. അപ്പോഴാണ് ഇതിനെന്ത് പറയുക, സ്ക്വയർ ഫീറ്റ്. അഥവാ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡിൽ തന്നെ ഉണ്ട്, ഒരു ചതുരശ്ര അടി എന്നുള്ളതാണ്. ഇതിലൊരിക്കലും സ്ക്വയർ ഫീറ്റ് കാണാൻ പറ്റില്ല. ഇതിലൊരിക്കലും സ്ക്വയർ ഫീറ്റ് ഇല്ല. ഇതിൽ ഫീറ്റ് ഉണ്ടാവും, മീറ്റർ ഉണ്ടാവും, സെന്റിമീറ്റർ ഉണ്ടാവും, ഇഞ്ചസും ഉണ്ടാവും, പലതരത്തിലും ഇതിൽ അളവ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. അണക്കല്ല, ഇതേപോലെ വീഡിയോ കാണുന്നവർക്കും പാടേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇത് അറിഞ്ഞോളുന്നില്ല. എല്ലാവരും പറയും എൻ്റെ വീട് 800 സ്ക്വയർ ഫീറ്റ് ആണ്, 1200 300 ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ, അതേപോലെ തന്നെ വീടിൻ്റെ റൂഫിൻ്റെ വർക്ക് എടുക്കുമ്പോൾ പല ആളുകൾക്കുള്ള സംശയമാണ് എന്താണ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത്. സംഭവം സിമ്പിളാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ്, പക്ഷെ ഒരുപാട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി പല ആളുകളും ഇതിൽ കമൻറ്റ് വരും, ഇതൊക്കെ ചങ്ങായി ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറിയാത്ത ആളുകളും ഒരുപോലെ ഉണ്ട്. ഇതേപോലെ തന്നെ വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും വരും, പക്ഷേ ഇത് അറിഞ്ഞോളണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംശയം നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് ചിത്രീകരിച്ചത്. പിന്നെ ഇനി കമൻറ്റ് വരാൻ സാധ്യതയില്ല ഈ ഒരു ടാപ്പിനെ പറ്റിയിട്ടാണ്. ഇതിന് നിറച്ച് ചളിയാണ്. അപ്പോൾ ഇത് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. തുരുമ്പും ചളിയൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വെള്ളവും മഴക്കാലത്തും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അങ്ങനെ ഇടുന്നത് നമ്മളെന്താണ്, വർക്കിംഗ് ടൂളാണ്. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മളൊരു വീഡിയോക്ക് വേണ്ടി പുതിയത് വാങ്ങിയതല്ല. നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ എല്ലാവരും നമ്മുടെ ഏരിയയിൽ മൊത്തം ഈ വെൽഡിങ്ങിൻ്റെ റൂഫിങ്ങിൻ്റെ ഒക്കെ വർക്കിട്ട ആളുകളാണ്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് മനസ്സിലായി തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ അറിയാത്തവരാരും ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു മടി ഒരു നാണം വിചാരിക്കേണ്ട. എല്ലാ അറിവും എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അറിയാത്ത അറിവുകളും വലിയൊരു അറിവ് തന്നെയാണ്. അപ്പോൾ